അടുത്ത ടോപ്പിക്കാണ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രാക്ടീസസ് ഓർ കോഡ്സ് ഇൻ ഇന്ത്യ. ഈ ചാപ്റ്ററിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ബന്ധപ്പെട്ട കമ്മിറ്റീസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കമ്മിറ്റിയുടെ പേരാണ് കാഡ്ബറി കമ്മിറ്റി. അത് USA സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനാണ് ഇതിനെ രൂപീകരിച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ലിസ്റ്റഡ് കമ്പനീസിന് മാത്രമാണ് ഓഡിറ്റ് കമ്മിറ്റീനെയൊക്കെ സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതിനെപ്പറ്റി അവരുടെ ആനുവൽ റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റി എന്തെങ്കിലും മീറ്റിംഗ് വെക്കുമ്പോൾ ഈ പറഞ്ഞ ഓഡിറ്റേഴ്സും ബോർഡ് മെമ്പേഴ്സൊക്കെ അതിനകത്ത് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റി എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് തമ്മിൽ ഒരു ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർമാനില്ല, അത് കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങും അവർ അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് കാഡ്ബറി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്. അടുത്ത കമ്മിറ്റിയാണ് രാഹുൽ ബജാജ് കമ്മിറ്റി. ഈ കമ്മിറ്റി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട കമ്മിറ്റിയാണത്. അപ്പോൾ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഈ പറയാൻ പോണ ഏതെങ്കിലും 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ ആ ലിസ്റ്റഡ് കമ്പനീസ് ഒരു ഓഡിറ്റ് കമ്മിറ്റി 2 വർഷത്തിനുള്ളിൽ രൂപീകരിക്കണം. കണ്ടീഷൻസ് ഇതാണ്: ടേൺ ഓവർ 100 കോടി അത് കൂടുതലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 20 കോടി അത് കൂടുതലുണ്ടായിരിക്കണം. ഏതെങ്കിലും 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ അപ്പം തന്നെ ആ ലിസ്റ്റഡ് കമ്പനി ഓഡിറ്റ് കമ്മിറ്റീനെ രൂപീകരിക്കണം. അതുപോലെ തന്നെ ഈ ബോർഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഓഡിറ്റ് കമ്മിറ്റി അവരെ സഹായിക്കണം. അതുപോലെ തന്നെ കമ്പനി അക്കൗണ്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ, ഇൻറ്റേർണൽ ഓഡിറ്ററിനെയും കൂടി സഹായിക്കണം ഈ പറഞ്ഞ ഓഡിറ്റ് കമ്മിറ്റി. ഇനി അടുത്ത കമ്മിറ്റിയാണ് KR ചന്ദ്ര കമ്മിറ്റി. അതിനെപ്പറ്റി ഒന്ന് നോക്കാം, അവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ₹5 കോടി അത് കൂടുതലുള്ള കമ്പനീസില്ലേ, അവർ ഈ പറഞ്ഞ ഓഡിറ്റ് കമ്മിറ്റീനെ രൂപീകരിക്കണം. പിന്നെ ഈ കമ്മിറ്റീനെ കുറിച്ച് അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓഡിറ്റ് കമ്മിറ്റീസ് എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഓഡിറ്റേഴ്സ്, ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ, ഇൻറ്റേർണൽ ഓഡിറ്റർ, പിന്നെ ഡയറക്ടേഴ്സൊക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ ഈ ഓഡിറ്റ് കമ്മിറ്റി കമ്പനിയുടെ ഓഡിറ്റേഴ്സായിട്ട് ഇടയ്ക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യണം ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തെ പറ്റിയും. അതുപോലെ തന്നെ ഹാഫ് ഇയർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനെ ഒന്ന് വിലയിരുത്തണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ബോർഡ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഡിറ്റ് കമ്മിറ്റിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കമ്പനിയുടെ റെക്കോർഡ്സ് നോക്കാനായിട്ടുള്ള റൈറ്റൊക്കെ ഉണ്ട് ഈ ഓഡിറ്റ് കമ്മിറ്റിക്ക്. അതുപോലെ തന്നെ പുറമെ എന്തെങ്കിലും പ്രൊഫഷണലായിട്ടുള്ള ഉപദേശം സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം ഇവർക്ക്, അതൊന്നും യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് വരുമ്പോഴൊക്കെ ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്തായാലും അതിൻ്റെ അകത്ത് ഉണ്ടാവണം, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അതനുസരിച്ചുള്ള എന്തെങ്കിലും ഓഡിറ്റ് സംബന്ധിച്ചായിട്ടുള്ള എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കമ്മിറ്റിയാണ് കുമാരമംഗലം ബിർള കമ്മിറ്റി. ബാക്കിയുള്ള 3 കമ്മിറ്റികളെ വെച്ച് നോക്കുമ്പോൾ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ കുറച്ചും കൂടി വലുതാണ്, കൂടുതലാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്മിറ്റീനെ ഉണ്ടാക്കിയിരിക്കുന്നത് സെബിയാണ്. ഓക്കെ, ഈ കമ്മിറ്റിക്ക് കുറേ റെക്കമെൻഡേഷൻസ് ഉണ്ട്. ആ റെക്കമെൻഡേഷൻസിൽ തന്നെ കമ്പൽസറി ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ട്, നോൺ മാൻഡേറ്ററി ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി ഈ പറയുന്ന കമ്പനീസിൽ ക്യാപിറ്റൽ ₹10 crores ഓർ മോർ, അല്ലെങ്കിൽ നെറ്റ്വർത്ത് ₹25 crores ഓർ മോർ ഏതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ പറഞ്ഞ കമ്പനീസ് മസ്റ്റായിട്ട് കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ടാക്കണം. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഒന്നും ഉണ്ടാവരുത്. ഈ പറഞ്ഞ ഇൻവെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ ഷെയർ ഹോൾഡറായിട്ട് അവർക്ക് നിൽക്കാം കമ്പനിയുടെ കാര്യത്തിൽ, പക്ഷേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവാം, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ടാവാം. ആ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൽ മിനിമം പകുതി ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൻ്റെ അകത്ത് മിനിമം 1/3 ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റീസിൻ്റെ ഈ ഡയറക്ടേഴ്സിന് മാക്സിമം പോയി കഴിഞ്ഞാൽ 10 കമ്മിറ്റി വരെയാണ് അയാൾക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ചെയർമാന് മാക്സിമം പോയി കഴിഞ്ഞാൽ 5 കമ്മിറ്റി വരെയാണ് അയാൾക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ആനുവൽ റിപ്പോർട്ടിൻ്റെ അകത്ത് കോർപ്പറേറ്റ് ഗവർണൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആനുവൽ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കണം. ഓഡിറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ഓഡിറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് വർഷത്തിൽ മിനിമം 3 പ്രാവശ്യമെങ്കിലും അത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം.
പിന്നെ ഈ പറഞ്ഞ ഓഡിറ്റ് കമ്മിറ്റി രൂപീകരിക്കുന്നത് ഈ കമ്പനി പറയണ എല്ലാം ഫിനാൻഷ്യലായിട്ടുള്ള മാറ്റേഴ്സിൽ ഒരു ട്രാൻസ്പെറൻസി പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ക്രെഡിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കമ്മിറ്റിയുടെ ഒരു ഡയറക്ടറിനെങ്കിലും അത്യാവശ്യത്തിനുള്ള ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് നോളജ് ഉണ്ടായിരിക്കണം. റെമ്യൂണറേഷൻ പാക്കേജസ് ഒക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു റെമ്യൂണറേഷൻ കമ്മിറ്റി സ്ഥാപിക്കണം. ഇത്രേ ഉള്ളൂ ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്. കൺക്ലൂഷൻസ് ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ 4 കമ്മിറ്റീസ്. ആ 4 കമ്മിറ്റീസ് വരാൻ കാരണം ഈ കോർപ്പറേറ്റ് ഗവർണൻസ് ഉള്ള കാരണമാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനീസ് എന്തെങ്കിലും കൃത്രിമം കാണിക്കുകയാണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ ആ കമ്പനീനെ തെറ്റായ രീതിയിലായിരിക്കും അവർ മാനേജ് ചെയ്യണത്, കൈകാര്യം ചെയ്യണത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കള്ളത്തരങ്ങളൊക്കെ ചെയ്യണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കമ്മിറ്റീസിനെ രൂപീകരിക്കണമെന്ന് പറയണത്. അപ്പോൾ ഈ പറഞ്ഞ ഓഡിറ്റ് കമ്മിറ്റീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയണ കമ്പനീസ് നല്ല രീതിയിലാണോ ഇവർ വളർന്നത്, നല്ല രീതിയിലാണോ ഇവർ ലാഭം ഉണ്ടാക്കുന്നത്, വേറെ ഏതെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കണ്ടോ, കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് ഇല്ലാതെയാക്കാനാണ് ഇവിടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, ഇനി അടുത്തത് നല്ല ഒരു കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ബോർഡ് ലെവൽ, ബിലോ ബോർഡ് ലെവൽ. ബോർഡ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ. അപ്പോൾ ടോപ്പ് ലെവലിൽ ഈ പറഞ്ഞ കമ്പനീസ് ആക്ട്, LODR അതിൻ്റെയൊക്കെ കീഴിൽ വരുന്ന കുറേ റെഗുലേഷൻസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ടോപ്പ് ലെവലിൽ നമ്മൾ കോർപ്പറേറ്റ് ഗവർണൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണത്. ബിലോ ബോർഡ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് ലെവലിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഫോർമുലേറ്റ് ചെയ്യണത് അത് തന്നെയായിരിക്കും താഴത്തോട്ട് അത് ഫുള്ളും ഇംപ്ലിമെൻറ്റ് ചെയ്യണത്. ഓക്കെ, ഇപ്പോൾ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണെങ്കിലും ഇപ്പോൾ വിസിൽ ബ്ലോവർ പോളിസി, ഓഡിറ്റ് കമ്മിറ്റി, ഡിപ്പാർട്ട്മെൻറ്റ് മാനുവൽ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അടുത്തത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നോക്കാം. ഓക്കെ, അയാൾക്ക് നല്ലൊരു ധർമ്മബോധം വേണം. പിന്നെ ഡ്യൂട്ടീസ് ചെയ്യണ സമയത്ത് ന്യായമായ രീതിയിലായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ അയാളുടെ പകുതി സമയവും ശ്രദ്ധയും കമ്പനിയുടെ കാര്യങ്ങളായിരിക്കണം ചിലവഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഉത്തമമായ ഒരു തീരുമാനം എടുക്കാനായിട്ട് അയാൾക്ക് കഴിവുണ്ടായിരിക്കണം. പിന്നെ അയാൾക്ക് കിട്ടിയ പദവിയും സ്ഥാനവും സ്വന്തം ഗുണത്തിന് വേണ്ടിയിട്ട് അയാളത് ദുരുപയോഗം ചെയ്യരുത്. അതുപോലെ തന്നെ നല്ല ബെസ്റ്റായിട്ടുള്ള കോർപ്പറേറ്റ് ഗവർണൻസ് പോളിസീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കമ്പനീനെ സഹായിക്കുക. പിന്നെ അയാളുടെ ജോലി തെറിക്കാൻ പാകത്തിനുള്ള രീതിയിൽ യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുക. പിന്നെ ഇതൊക്കെ ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അടുത്ത റോൾസ് ആൻഡ് ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് സ്വതന്ത്രമായ തീരുമാനം എടുക്കാൻ അറിയണം. പിന്നെ ഈ പറഞ്ഞ മാനേജ്മെൻറ്റ് പെർഫോമൻസിനെ വിലയിരുത്തണം. പിന്നെ കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനിൽ ഒരു സമ്പൂർണ്ണത ഉണ്ടോയെന്ന് ഒന്നിടയ്ക്ക് ചെക്ക് ചെയ്യണം. പിന്നെ എല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എസ്പെഷ്യലി മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യത്തിലും ഒരു ശ്രദ്ധ പുലർത്തണം. പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ എന്തെങ്കിലും കശപശ ഉണ്ടായി കഴിഞ്ഞാൽ അത് പരമാവധി ന്യായമായ രീതിയിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഒത്തുതീർപ്പാക്കണം. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, സ്കീം മാനേജിംഗ് പേഴ്സൺ അവരുടെയൊക്കെ റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. പിന്നെ മാനേജ്മെൻറ്റും ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ എന്തെങ്കിലും വാക്കുതർക്കമൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനുണ്ട്. ഞാൻ അടുത്തത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനീസിനെ പറ്റിയിട്ടുള്ള സകല കാര്യങ്ങളും പിന്നെ അവരുടെ കഴിവും അവരുടെ നോളജ് ഇടയ്ക്ക് ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പുറത്തുനിന്ന് ഒരു പ്രൊഫഷണൽ ഉപദേശം വേണമെങ്കിൽ അവർക്കതും എക്സ്പേർട്ടുകളുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കാം. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എല്ലാ മീറ്റിങ്ങിലും പങ്കെടുക്കണം. കമ്മിറ്റിയിൽ ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കമ്പനിയുടെ എല്ലാ ജനറൽ മീറ്റിങ്സിലും പങ്കെടുക്കണം. മൊത്തത്തിൽ കമ്പനിയെ കുറിച്ചിട്ടുള്ള സകല കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഫങ്ഷൻസും വൃത്തിക്ക് ചെയ്യുക. പിന്നെ കമ്പനിയിൽ എന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടവരെ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ അയാളുടെ ഡ്യൂട്ടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രം അയാൾ ചെയ്യുക. പിന്നെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് പുറത്ത് പറയാതിരിക്കുക. അതുപോലെ തന്നെ അൺപബ്ലിഷ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫോർമേഷൻ അതിനെക്കുറിച്ച് പുറത്ത് പറയാതിരിക്കുക. അപ്പോൾ ഇത്രയുള്ളൂ ഡ്യൂട്ടീസ്. ഇനി അടുത്ത അപ്പോയിൻമെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്കിൽസ്, എക്സ്പീരിയൻസ്, നോളജ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിന് ഉണ്ടാവണം. പിന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ.
അതുപോലെ തന്നെ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് വഴിയാണ് നമ്മൾ ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ് അകത്ത് ഈ പറഞ്ഞ ടേം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്യൂട്ടീസ്, കോഡ് ഓഫ് ബിസിനസ് എത്തിക്സ്, ഇതെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് കോർപ്പറേറ്റ് ഗവർണൻസ് റേറ്റിംഗ്സ്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയും മറ്റുള്ള കമ്പനിയായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. നമ്മുടെ കോർപ്പറേറ്റ് ഗവർണൻസ് പ്രിൻസിപ്പിൾസ്, പോളിസീസ്, പ്രാക്ടീസസ് ഒക്കെ എത്രമാത്രം നമ്മൾ നന്നായിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണത്, അതിനെ വിലയിരുത്തുക. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ESG. വേറൊരു ടൈപ്പിലുള്ള റേറ്റിംഗ്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഈ 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ റേറ്റിംഗ്സ് ചെയ്യുന്നത്. എൻവിറോൺമെൻറ്റൽ പാരാമീറ്റേഴ്സ്, ഗവർണൻസ് പാരാമീറ്റേഴ്സ്, സോഷ്യൽ പാരാമീറ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു ഓടിച്ച് പോവാം. ഇനി അടുത്തത് ഫോർമാറ്റ് ഓഫ് കമ്പനീസ് റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവർണൻസ് ബൈ ലിസ്റ്റഡ് എൻറ്റിറ്റീസ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞത് ഈ പറയുന്ന അനക്ഷർ 1, 2, 3, 4. ഓക്കെ, ഇതൊരു റിപ്പോർട്ടാണ്. ഈ ഫോർമാറ്റിൽ വേണം എല്ലാം ലിസ്റ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് അവരുടെ കോർപ്പറേറ്റ് ഗവർണൻസ് റിപ്പോർട്ട് റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് പോയാൽ മതി. പിന്നെ ഇവിടെ അനക്ഷർ 1, 2, 3, 4 അത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അനക്ഷർ 1 എന്ന് പറയുമ്പോൾ 3 മാസം കൂടുമ്പോൾ നമ്മൾ ഇത് സബ്മിറ്റ് ചെയ്യണം. അനക്ഷർ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ഏറ്റവും അവസാനം സബ്മിറ്റ് ചെയ്യണം. അനക്ഷർ 3 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാഫ് ഇയർ. അനക്ഷർ 4 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഇയർ. ഓക്കെ, ഇത്രേ ഉള്ളൂ. താങ്ക് യു.